വ്യക്തമായ ഒരു സിനിമാ ഗാനമാണ് ഞാൻ പറഞ്ഞത് അല്ലേ. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ വന്ന ഒരു ഫിലിം. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു. വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ പാടാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിനെ കുറിച്ച് പറയാനല്ല, എന്താണ് അതിൻ്റെ ആ ഒരു കാമ്പ് അല്ലേ, പൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ, പൂന്തിങ്കളാകുന്ന ഭാര്യ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പങ്കാളിത്തത്തിനെ കുറിച്ച്, ദാമ്പത്യത്തിലെ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പം എല്ലാവർക്കും അല്ലേ ദാമ്പത്യത്തിലെ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് പാർട്ട്ണറെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയം നമ്മൾ എന്താണ് പറയുന്നത്, പങ്കാളി അല്ലേ. പങ്കാളി എന്ന് പറയുമ്പം എന്താണ്, പരസ്പരം പങ്കുവയ്ക്കപ്പെടുകയാണ് അല്ലേ. പരസ്പരവും മനസ്സും ശരീരവും ചിന്തകളും എല്ലാം പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഒരാളും മറ്റൊരാൾക്ക് സബ്മിസീവ് ആകേണ്ട കാര്യമുണ്ടോ അല്ലേ. പങ്കാളി എന്ന് പറയുമ്പം പകർന്നെടുക്കുന്ന അല്ലേ, ഈക്വൽ പൊസിഷനാണ്. ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടക്കകാലത്തുണ്ടായിരുന്ന ആ ഒരു ആകർഷണവും ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹവായ്പയും ഒക്കെ ഇപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അവൾ ഭാര്യയിൽ നിന്ന് അമ്മ എന്നുള്ളൊരു റോളിലേക്ക് വരുമ്പോൾ അവളുടെ ജീവിതം ഭർത്താവിൽ നിന്ന് വിട്ട് പൂർണ്ണമായും കുഞ്ഞുങ്ങളിലേക്ക് അങ്ങ് മാറുന്നു. ഇവിടെ കുഞ്ഞുങ്ങളിലേക്ക് അമ്മയുടെ ശ്രദ്ധ പോകുമ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അവൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നു, കുഞ്ഞിനെ ഉറക്കുന്നു, കുളിപ്പിക്കുന്നു, പിന്നെ അതിനുശേഷം കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു കൊടുത്തു, പിന്നെ കുഞ്ഞുങ്ങളെ, അങ്ങനെ അവളുടെ പൂർണ്ണമായും അവളുടെ ജീവിതം കുഞ്ഞുങ്ങളിലേക്ക്, പിന്നെ ഭർത്താവിനോട് ചെയ്യുന്നത് പലതും യാന്ത്രികമായി പോകുന്നു അല്ലേ. അവിടെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ഭർത്താവ് തന്നെയാണ് അല്ലേ. അപ്പം അവിടെ നമ്മൾ രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ, അല്ലെങ്കിൽ പലപ്പോഴും അവർ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്, ഈവൻ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നമുക്കൊന്നും അവരെ ആദരിച്ച് ക്ഷീണിച്ച് വരുന്ന സമയത്ത് അവരെ ഒരു പുഞ്ചിരിയോടുകൂടി, അല്ലെങ്കിൽ അവരെ ഒരു പ്രേമത്തോടു കൂടി, ഒരു സ്നേഹത്തോടു കൂടി ഒരു നോക്കൊന്ന് നോക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എപ്രകാരം ഉണ്ടായിരുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാനൊന്നും നമുക്ക് ചിലപ്പോൾ സമയം കാണില്ല. നമ്മൾ കുഞ്ഞുങ്ങളുടേതും ഒക്കെ ആയിട്ടുള്ള ഓരോ തിരക്കുകളിലായിരിക്കും. അപ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന